വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിവതും വീഡിയോ മുഴുവനായി തന്നെ കാണുക. നിങ്ങൾ യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി സർക്കാരും പഞ്ചായത്തും മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഹരിതകർമ്മസേന എന്നുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ശാശ്വതമായ പരിഹാരമാണോ ഹരിതകർമ്മസേന? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹരിതകർമ്മസേന വിജയമോ അതോ പരാജയമോ? നമുക്കറിയാം, ഓരോ ഇടവേളകളിലായി നമ്മുടെ വീടുകളിൽ വന്ന് അവർ പ്ലാസ്റ്റിക് ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ഇത് പ്രധാനമായും അടിസ്ഥാനമാക്കിയിരിക്കുന്ന സ്ത്രീകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാരെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതായത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന വീട്ടമ്മമാരാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കഴുകി വൃത്തിയാക്കുകയും അല്ലാതെയും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നതും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ നിങ്ങളറിയണം, നമ്മൾ ഓരോ തവണയും പ്ലാസ്റ്റിക്കിനോടൊപ്പം 50 രൂപയും ഇവരിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ പൈസ? നമ്മൾ ഹരിതകർമ്മസേനയോട് ചോദിച്ചാൽ അവർ ഇതിനുള്ളൊരു മറുപടി തരുന്നുണ്ടോ? ഇല്ല. അവർ പറയും പഞ്ചായത്തിൽ പോയി ചോദിക്കാൻ. അതെന്തുകൊണ്ട്? നിങ്ങളല്ലേ ഞങ്ങളുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? ഈ 50 രൂപ എവിടേക്കാണ് പോകുന്നത്? പഞ്ചായത്തിലേക്കാണോ അതോ ഹരിതകർമ്മസേനയിലേക്കാണോ? അവരോട് ചോദിക്കുമ്പോൾ അവരല്ലെങ്കിൽ പറയും ഞങ്ങൾ പ്ലാസ്റ്റിക് തിരയണം എന്നുള്ളത്. അത് ഇവർക്കുള്ളതാണോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർബന്ധിതമായി ഈ വീടുകളിൽ നിന്നും 50 രൂപ അവർ കൈപ്പറ്റുന്നത്? എന്നറിയാം, ഒരു സാധാരണക്കാരനൊരു 50 രൂപ ഉണ്ടാക്കാനുള്ള പാട്. ഇന്നും ഒരു 50 രൂപ എടുക്കാൻ പോലും ഇല്ലാത്തവർ കേരളത്തിലുണ്ട്. ഇല്ലെന്നൊന്നും പറയാൻ കഴിയുകയില്ല. അനവധി പേര് കാണും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്നും കേരളത്തിൽ കാണും. അത്തരത്തിലുള്ളവരുടെ കഴിഞ്ഞാൽ നിർബന്ധിതമായി 50 രൂപ ഹരിതകർമ്മസേന കൈപ്പറ്റുകയാണ് ചെയ്യുന്നത്. നിർബന്ധിതമല്ലെന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിർബന്ധിതമായി തന്നെയാണ് ഹരിതകർമ്മസേന 50 രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, 50 രൂപ അവരുടെ കൈകളിലേക്ക് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പറക്കി വെച്ചു, ഒരു മാസം കൊടുക്കാൻ 50 രൂപയില്ല എങ്കിൽ അവർ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ പ്ലാസ്റ്റിക് പറക്കി വെച്ചത്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാടിനൊരു ആപത്ത് വന്നു, ഒരു ഉരുൾപൊട്ടൽ വന്നു, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം. അപ്പോൾ മറിച്ചൊന്നും ചിന്തിക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ കൊടുക്കുന്ന അനവധി പേരുണ്ട്. അവർക്ക് ഒരാവശ്യം വന്നാൽ അവരെ സഹായിക്കാൻ ആരുണ്ടാകും? അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തുന്നു, അത് എത്രത്തോളം എത്തി എന്നുള്ളത് വിശദമായ വിവരങ്ങൾ ഇത് കൊടുത്തവർക്ക് അറിയുവാൻ അവകാശമില്ലേ? അത് അറിയുന്നുണ്ടോ അവർ? മുൻ പ്രകൃതി ദുരന്തങ്ങളിലും ഇതുപോലെ തന്നെ ദുരിതാശ്വാസ നിധികളിലേക്ക് കോടികൾ എത്തിയിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? കവളപ്പാറയിലും പുത്തുമലയിലും നടന്ന ഉരുൾപൊട്ടലുകൾ, അതിൽ ഇന്നും പലർക്കും വേണ്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ പണങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അതുപോലെ തന്നെയാണ് ഇവിടെയും 50 രൂപ വീതം വയ്ക്കുന്നു. പണമുള്ളവർക്കത് കുഴപ്പമില്ലായിരിക്കും, കൊടുക്കാൻ കഴിവുള്ളവർ കൊടുക്കട്ടെ, അല്ലാത്തവർ വേണ്ട. ചിന്തിക്കുക നിങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഈ 50 രൂപ? ഞാൻ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അവരെനിക്കുള്ളതിനുള്ള മറുപടി കിട്ടിയിട്ടുമില്ല. അതറിയാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഹരിതകർമ്മസേന അവരെന്തുവാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ വീട്ടമ്മമാർ കഴുകി ഉണക്കി അവർക്ക് പ്ലാസ്റ്റിക് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അവരുടെ അവകാശവാദം അതാണ്. ഇത്തരത്തിൽ കഴുകി ഉണക്കി കൊടുത്ത പ്ലാസ്റ്റിക്കുകൾ അവരെന്താണ് ചെയ്യുന്നത്? 3-4 ആഴ്ച ഇവിടുത്തെ പൊതുനിരത്തുകളുടെ സൈഡിലാണ് അവരിത് കൊണ്ടിടുന്നത്. അവിടെ നിന്ന് പട്ടികളും അതുപോലെ തന്നെ മൃഗങ്ങളും ഇത് ഭക്ഷണമാക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് വലിച്ചുവാരിയിടുന്നവരുണ്ടാകാം, പ്രകൃതി വിരുദ്ധരുണ്ട്, അവർ തീയിട്ട് നശിപ്പിക്കുന്നവരുണ്ടാകാം. പലതരത്തിലത് പൊതുജനങ്ങൾക്ക് ശല്യമായി തന്നെയാണ് തീരുന്നത്. ബൈക്ക് യാത്രക്കാർക്ക് അതുപോലെ കാൽനട യാത്രക്കാർക്ക് അവർക്കിത് ദുരിതമായി തന്നെയാണ് തീരുന്നത്. നിങ്ങൾ ഇതുകൊണ്ട് വഴിയോരങ്ങളിലിടുന്നു. കഴുകി ഉണക്കി തന്നതുകൊണ്ട് എന്താണ് ഇതിനകത്ത് അർത്ഥമാക്കുന്നത്? കഴുകി ഉണക്കി തന്ന പ്ലാസ്റ്റിക്കുകൾ നിങ്ങളവിടെ കൊണ്ടിടുന്നു. അത് മഴയും ചെളിയും അഴുക്കുമായി പിന്നെയും അവിടെ തന്നെ കിടക്കുകയാണ്. ഇതിനു വേണ്ടിയാണോ ഓരോ വീട്ടമ്മമാരും അധ്വാനിച്ച് പ്ലാസ്റ്റിക് കഴുകി ഉണക്കി തരണമെന്ന് നിങ്ങൾ പറയുന്നത്? ഇതിന് ഉത്തരം നൽകേണ്ട നിങ്ങളാണ്. ചിന്തിക്കുക, എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള ഓരോ പാഴായ പദ്ധതികൾ? വിജയമോ പാഴോ എന്തോ ആയിക്കോട്ടെ, അത് പറയേണ്ടത് ഞാനല്ല, നമ്മൾ സമൂഹമാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ലോകങ്ങൾ പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. കേരളം ഇപ്പോഴും ഇത്തരത്തിലൊരു മാർഗ്ഗമാണ് അവലംബിക്കുന്നത്. ഇതെന്തുമാത്രം വിജയമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവിടെ പ്ലാസ്റ്റിക് ഇറക്കുന്നത് സർക്കാരുകൾ തന്നെയല്ലേ? നമുക്കറിയാം, കോവിഡിന് മുമ്പ് ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചൊരു സംസ്ഥാനം തന്നെയായിരുന്നു കേരളം. അതിനുശേഷം പ്ലാസ്റ്റിക് കവറുകൾ ഇവിടേക്ക് തിരിച്ചു വന്നു. എന്നാൽ പ്ലാസ്റ്റിക് നിരോധിച്ച സമയത്ത് നല്ല സ്റ്റാർട്ടപ്പുകളും മറ്റും തുണിക്കവറുകളും അതുപോലെ തന്നെ പേപ്പർ ബാഗുകളും പൊതു വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളവർ വയറ്റത്തടിച്ചുകൊണ്ടല്ലേ പിന്നെയും പ്ലാസ്റ്റിക്കുകൾ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? എന്നിട്ട് ഈ പണം വാങ്ങിക്കുവാൻ വേണ്ടിയാണോ നിങ്ങൾ പ്ലാസ്റ്റിക് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നും അത് കളക്ട് ചെയ്ത് 50 രൂപ വാങ്ങുന്നത്? ഇവിടെ ഒരു ആക്രിക്കാർക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കൊടുത്താൽ പൈസ വീടുകളിലേക്കാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നു, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണം. എന്ത് രീതിയാണിത്? ഇന്ന് എത്രത്തോളം വീടുകളിൽ കാര്യമായ രീതിയിൽ പ്ലാസ്റ്റിക്കുകൾ വരുന്നുണ്ട്? പല വീടുകളിലും ഇന്ന് പ്ലാസ്റ്റിക്കുകൾ അത്യാവശ്യം തന്നെ കുറവാണെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഇത്തരം സ്ഥിതി ഉണ്ടായാൽ ആരും അങ്ങനെ പ്ലാസ്റ്റിക് വലുതായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ
പ്ലാസ്റ്റിക്കിൽ തരാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് 50 രൂപ വാങ്ങുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പേരിന് വേണ്ടിയാണോ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നത്? ഈ പണമാണ് നിങ്ങളുടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പണം മാത്രം വാങ്ങി പോയാൽ പോരെ. എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു പ്രകസനം? ഇതിലും നല്ല മാർഗ്ഗങ്ങളുണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്. പ്ലാസ്റ്റിക് എങ്കിൽ പിന്നെ പൂർണ്ണമായി ഒഴിവാക്കിക്കൂടെ? തുണി കവറുകളിലേക്ക് പഴയതുപോലെ തിരിയാൻ സാധിക്കും. അതുപോലെ പേപ്പർ ബാഗുകളിലേക്ക് എത്തും. പലർക്കും ഇതിലൂടെ ജോലി കൊടുക്കുവാൻ സാധിക്കും. അതിൽ നിന്ന് വരുമാനം കിട്ടില്ലേ? പിന്നെ എന്തിനു വേണ്ടി പാവങ്ങളുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇത്തരമൊരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നു? ഇതിലും നല്ല മാർഗ്ഗങ്ങളുണ്ട്, പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ പലരും അവലംബിച്ചിട്ടുമുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള പലതരം കടകൾ, അതുപോലെ തന്നെ ചില പഞ്ചായത്തുകൾ നല്ല നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ അറിയാം, നിങ്ങൾ ഈ വന്ന കാലത്ത് ഒരു കടയിൽ ഒരു വരുമാനം എന്നുള്ളത് വളരെ താഴ്ന്ന നിലയിലാണ് കടകളുടെ വരുമാനമെന്ന്. അത്തരം കടകളിൽ നിന്ന് പോലും വരുന്ന ഓരോ തവണയും പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോഴും 100 രൂപ വീതമാണ് കൈക്കലാക്കുന്നത്. അതായത് ഒരു കടയിൽ ചിലപ്പോൾ ഒരു ദിവസം 1000-ഓ 2000-ഓ ആയിരിക്കും വരുമാനം. അതിൽ നിന്നുമാണ് നിങ്ങൾ ഈ 100 രൂപ കൈപ്പറ്റുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമുക്കറിയാം, കടകളിൽ ഒരിക്കലും പ്ലാസ്റ്റിക് വലിയ രീതിയിൽ നിങ്ങൾക്ക് തരുവാൻ ഉണ്ടാകണമെന്നില്ല. ചിലപ്പം തരുന്നവരുണ്ടാകാം, അല്ലായിരിക്കട്ടെ. തരുവാനില്ലാത്തവരുടെ കയ്യിൽ നിന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ 100 രൂപ വീതം കൈപ്പറ്റുന്നു? അവരൊരു ദിവസം കുത്തിയിരുന്നാലായിരിക്കും ഈ 100 രൂപ ചിലപ്പോൾ അവർക്ക് കിട്ടുക. അത്രത്തോളം കഷ്ടപ്പെട്ട് അവർ സമ്പാദിക്കുന്നതാണ്. പ്ലാസ്റ്റിക് നമുക്കറിയാം, കടകളിലേക്ക് വലിയ രീതിയിൽ പ്ലാസ്റ്റിക്കുകൾ എത്തുന്നില്ല. അവിടേക്ക് പച്ചക്കറി കടകളായിക്കോട്ടെ, പച്ചക്കറി കടകളിലേക്ക് പ്ലാസ്റ്റിക് എത്തുന്നത് അവർക്ക് വരുന്നത് ചാക്കുകളാണ്. അത്തരത്തിലുള്ള ചാക്കുകൾ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ പോകുന്നവർക്ക് പോലും കടക്കാർ നൽകുന്നുണ്ട്. പൈസ എടുത്തിട്ടല്ല. നിങ്ങൾ ചിന്തിക്കുക, ചാക്കിന് തമിഴ്നാട്ടിൽ വിലയുണ്ട്. എന്നിട്ടാണ് അവർ ഈ പ്ലാസ്റ്റിക് കവറുകൾ എടുക്കുവാൻ കൊണ്ടുപോകുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് കൂടിയും നിങ്ങൾ അത്തരം കടകളിൽ നിന്ന് 100 രൂപ ഈടാക്കുന്നു. നമുക്കറിയാം, പ്ലാസ്റ്റിക് ബാഗുകൾ കടക്കാർ നൽകുന്നത് ഉപഭോക്താക്കൾക്കാണ്, കസ്റ്റമേഴ്സിലേക്കാണ് അവർ കവറുകൾ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടകളിൽ കയറി ഇത്തരത്തിലൊരു പാഴായൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പദ്ധതി ആരുടെ ഭാവനയിൽ വിരിഞ്ഞതാണ്? മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിലാണോ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് വീട്ടമ്മമാർക്ക് ജോലി കിട്ടും എന്നുള്ളതാണെങ്കിൽ ഇതിനും വേറെയും മാർഗ്ഗങ്ങളുണ്ട്. ഇത്തരത്തിലൊരു മാർഗ്ഗം ശേഖരിച്ചുകൊണ്ട് വന്ന പ്ലാസ്റ്റിക്കിൽ മുക്കിലും മൂലയിലും കൊണ്ട് വലിച്ചെറിയുന്നു. പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ബൈക്ക് യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നുണ്ട്. വൃത്തിയാക്കി തന്ന പ്ലാസ്റ്റിക്കുകളായിക്കോട്ടെ, വൃത്തിയാക്കി തന്ന പ്ലാസ്റ്റിക്കുകൾ മഴയത്ത് കൊണ്ട് വഴിയരികിൽ വെച്ച് കൊതുകുകൾ പെരുകി പലതരത്തിലുള്ള അസുഖങ്ങൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇഷ്ടപ്പെട്ടാണ് അമ്മമാർ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെക്കുന്നത്. അത്തരത്തിലുള്ള അമ്മമാരുടെ കയ്യിൽ നിന്നും പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് ഇന്ന് പൈസയില്ല എന്ന് പറയുമ്പോൾ വരുന്ന വീട്ടമ്മമാർ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് എടുത്തു വെച്ചതെന്ന്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്ലാസ്റ്റിക് അല്ല നിങ്ങളുടെ ലക്ഷ്യം, പണം തന്നെയാണ് മുഖ്യമായും. പണമില്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ നിങ്ങൾക്ക് വിമുഖതയുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും പണം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വിമുഖതയില്ല. അപ്പോൾ ഇവിടെയും എല്ലാവർക്കും പണമാണ് ആവശ്യം. പണത്തിന് വേണ്ടിയാണോ ഇത്തരമൊരു പദ്ധതികൾ? ഹരിതകർമ്മസേനയിൽ പല സ്ത്രീകളുണ്ടാകാം, പല വീട്ടമ്മമാരുണ്ടാകാം, പലതരത്തിലുള്ള ആൾക്കാരാണ്, പലതരത്തിൽ വീട്ടുകാരോട് പെരുമാറുന്നവരുണ്ടാകാം. അറിയാം, ഹരിതകർമ്മസേനയ്ക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഹരിതകർമ്മസേന അപമര്യാദയായി പെരുമാറിയെന്നും അങ്ങനെ പലതരത്തിലുള്ള അവരും നമ്മുടെ അമ്മപെങ്ങന്മാരാണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ പെരുമാറേണ്ടതുണ്ട്. പക്ഷേ അവരെ പറഞ്ഞു വിടുന്നത് അവർ സ്വമേധയാ വരുന്നതല്ല, അവരെ നിരയിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നവരാണ്. അവരാണ് ചിന്തിക്കേണ്ടത്. ഇത്തരത്തിൽ അമ്മമാരെ പറഞ്ഞയക്കുന്നത് കൊണ്ട് അവർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെയില്ലേ? അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി വിജയകരമാണോ? ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ചെയ്യുന്നത് എൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. എത്രത്തോളം മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാമോ അത്രത്തോളം ഞാൻ ശ്രമിക്കാറുമുണ്ട്. അത് എത്രത്തോളം വിജയകരമാണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച് ഞാൻ മികച്ച രീതിയിൽ തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ അതുപോലെ തന്നെ പരിമിതമായ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും വളർന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വരും വീഡിയോകൾ 100% മെച്ചപ്പെടുത്താൻ ഓരോ അടിയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.